ഹലോ ഓൾ, എല്ലാവർക്കും ഐപ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയായിരുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നമ്മുടെ 65th ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് ഫൈ ടു ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഫൈ ടു ജിയോഗ്രഫി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഫൈ ടു ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. സർക്കംപോളാർ ഡിസ്ട്രിബ്യൂഷൻ റെഫേഴ്സ് ദ റേഞ്ച് ഓഫ്, നമുക്ക് 4 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. ഈ 4 സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിന് നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. ഒന്നവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റ്സ് റീസെന്റ് എവല്യൂഷണറി ഒറിജിൻ. കറക്റ്റ് അല്ലേ? കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? റീസെന്റ് ആയിട്ടുള്ള എവല്യൂഷണറി ഒറിജിനെയാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ്. നമുക്ക് ട്രൂ ആണ്. ട്രൂ ആ കണ്ടെത്തേണ്ടത്. സോറി, ഇത് നമുക്ക് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രൂ അല്ലേ കണ്ടെത്തേണ്ടത്? അപ്പോൾ കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പോവാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സർക്കംപോളാർ ഡിസ്ട്രിബ്യൂഷൻ റെഫേഴ്സ് ദ റേഞ്ച് ഓഫ് ടാക്സോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും സർക്കംപോളാർ ഡിസ്ട്രിബ്യൂഷൻ മീൻ ദ സ്പീഷീസ് ഒക്കേഴ്സ് അറൌണ്ട് ദ പോളാർ റീജിയൻ ആണ് അല്ലെ. ഒരു പോളാർ റീജിയനിൽ കാണപ്പെടുന്ന സ്പീഷീസ്. സർക്കംപോളാർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഷീസ് ഒക്കേഴ്സ് അറൌണ്ട് പോളാർ റീജിയൻ. പോളാർ റീജിയനിൽ കാണപ്പെടുന്ന സ്പീഷീസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സർക്കംപോളാർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഹൈ ഓൾട്ടിറ്റ്യൂഡോ നിയർ ദ പോൾസ് അല്ലെങ്കിൽ അല്ലെ ഹൈ ലാറ്റിറ്റ്യൂഡ് നിയർ ദ പോൾസ് ആണ്, ഒരിക്കലും ലോ ലാറ്റിറ്റ്യൂഡിലുള്ളതല്ല എന്തെന്ന് പറയുന്നത് സർക്കംപോളാർ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലോ ആറ്റിറ്റ്യൂഡ് എന്നാണ് അല്ലെ. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ലോ ലാറ്റിറ്റ്യൂഡ് അല്ല, അതെന്താണ്? പോളാർ റീജിയൻ ആണ്. കാണപ്പെടുന്ന സ്പീഷീസുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് സർക്കംപോളാർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പറഞ്ഞല്ലേ, കോസ്മോപൊളിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ദിസ് മീൻസ് സ്പീഷീസ് ഒക്കേഴ്സ് വേൾഡ് വൈഡ് അല്ലെ. സ്പീഷീസ് ഒക്കേഴ്സ് ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് ആയിട്ടുള്ള സ്പീഷീസുകളെ കുറിച്ചിട്ടുള്ളതാണ്, ഒരിക്കലും എവല്യൂഷണറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അപ്പൊ രണ്ടും എന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ ആയോ? ഫൈ ടു ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആയിരുന്നു. എന്തുകൊണ്ട്? സർക്കംപോളാർ ഡിസ്ട്രിബ്യൂഷൻ റെഫേഴ്സ് ദ റേഞ്ച് ഓഫ് ടാക്സോൺ ദാറ്റ് എക്സ്റ്റെൻഡ് അക്രോസ് വേൾഡ് റേഞ്ച് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് ബട്ട് ഇറ്റ് കൺഫൈൻ ടു ലോ ലാറ്റിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലോ ലാറ്റിറ്റ്യൂഡ് അല്ല, ഹൈ ലാറ്റിറ്റ്യൂഡ് ആണ്. പോളാർ റീജിയനിലുള്ള സ്പീഷീസ് ആണ്. കോസ്മോപൊളിറ്റൻ എന്ന് പറയുമ്പോൾ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സ്പീഷീസുകളെ കുറിച്ചിട്ടാണ്. എൻഡമിക് സ്പീഷീസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡിറ്റർമിൻ എന്താണ്? ഫ്ലോറിസ്റ്റിക് പ്രൊവിനൻസ്. കറക്റ്റ് ആണ്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ആൻഡ് മോഡേൺ തിയറി ഓഫ് പ്ലേറ്റ് provide the explanation for scattered distribution and Gondwan flora across the southern continents. സോ ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റും 2ഉം 1ഉം 2ഉം തെറ്റാണ്, 3ഉം 4ഉം സ്റ്റേറ്റ്മെന്റുകൾ എന്താണ്? കറക്റ്റ് ആണ് എന്ന് പറയാം. സോ 66ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Identify the true statement connected to United Nations Framework Convention on Climate Change. അല്ലെ, എഗെയിൻ നമ്മുടെ എക്കോളജിയിൽ നിന്നൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എക്കോളജിയിൽ നിന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റിക് ചേഞ്ച് അല്ലെ. അതിനകത്ത് അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതിൽ ട്രൂ സ്റ്റേറ്റ്മെന്റുകൾ ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ ആദ്യം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാമല്ലോ. ഇത് സൈൻ ചെയ്തിരിക്കുന്നത് ട്രൂ സ്റ്റേറ്റ്മെന്റുകളാണ് പറയേണ്ടത്. ഇത് സൈൻ ചെയ്തിരിക്കുന്നത് 1992 കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. യുണൈറ്റഡ് നാഷണൽ ഫ്രെയിംവർക്ക് കൺവെൻഷനെ സൈൻ ചെയ്തത് 1992 അല്ലെ. ആരാണ്? യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്പ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദ കൺവെൻഷൻ എസ്റ്റാബ്ലിഷ് ടു പെർമനന്റ് സബ്സിഡറി ബോഡീസ്. The subsidiary bodies for scientific and technological advice by Article 8 and subsidiary body or implementation by Article 9. അപ്പോൾ ഈ കൺവെൻഷനിൽ 2 പെർമനന്റ് ആയിട്ടുള്ള സബ്സിഡറി ബോഡീസ് ഉണ്ട്. അത് റെഫർ ചെയ്യുന്ന ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? നമ്മുടെ ആർട്ടിക്കിൾ 9 അതായത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് സബ്സിഡറി ബോഡീസ് ഫോർ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വൈസ്. ആർട്ടിക്കിൾ 9 ആണ്. സബ്സിഡറി ബോഡി ഫോർ ഇംപ്ലിമെന്റേഷൻ ആർട്ടിക്കിൾ 10 ആണ്.
ഇവിടെ ആർട്ടിക്കിൾ എന്താണ്? 8ഉം 9ഉമായിട്ടാണ് പറഞ്ഞത്. ശരിക്കും 9ഉം 10ഉമാണ് വരേണ്ടത്. അപ്പൊ സൈൻ ചെയ്തിരിക്കുന്നത് 1992 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് 1. 2 തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് പോകാം അല്ലെ. COP1 എസ്റ്റാബ്ലിഷ്ഡ് ആൻ അല്ലെ ഹോക്ക് ഗ്രൂപ്പ് ടു കണ്ടക്ട് negotiation on specific issues. COP11 established on the dialogue to exchange experience and analyze strategies, approaches for long-term cooperative action to address climatic changeകൾ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണെന്ന് പറയാം? ഏകദേശം കറക്റ്റ് ആണ് എന്ന് പറയാം. ഇനി UN ക്ലൈമാറ്റിക് സബ്മിറ്റ് COP അല്ലെ COP13 held in 2025 at അല്ലെ ബക്കു അസ്ബർജാൻ focused on implementing climate solution rather than creating new agreements. അപ്പൊ ഇത് നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ COP13 നടന്നിട്ടുള്ളത് എവിടെ വെച്ചാണ്? ബ്രസീലിലാണ്. ബക്കൂവിൽ വെച്ചിട്ടല്ല, ബ്രസീലിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. സോ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയായിരുന്നു നമ്മൾ തെറ്റാന്ന് പറഞ്ഞത്? 2ഉം 4ഉം തെറ്റാണ്. അപ്പൊ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? 1ഉം 3ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. 67ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Polyurethane, a polymer, has mainly industrial application such as in forms, adhesive coating and medical device on thermal decomposition. അല്ലെ പോളിമർ, ഈ ഒരു പോളിമർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വേരിയസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് കത്തിക്കുമ്പോൾ ഓൺ thermal decomposition കത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇത് കത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ചുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് റിലീസ് കാർബൺ മോണോക്സൈഡ്. കറക്റ്റ് ആണ്. കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, ബെൻസീനുണ്ട്, ടൊളുവിനുണ്ട്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഹൈഡ്രജൻ ഓഫ് സയനൈഡ്, വാട്ടർ വേപ്പർ ഉണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഏകദേശം 6 എണ്ണവും എന്ത് ചെയ്യുന്നുണ്ട്? കത്തുമ്പോൾ പുറത്തേക്ക് വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് കുറെ ആൾക്കാർക്കൊക്കെ തെറ്റിപ്പോയി കാണും. ഇത്രയും വരുമോ എന്നൊക്കെ സംശയിച്ച് കാർബൺ മോണോക്സൈഡ് ഒക്കെ മാത്രം മാർക്ക് ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളൊന്ന് ഇച്ചിരി ഒരു എന്താണ് ആ ഒരു ചെറിയൊരു ലോജിക് വൈസ് ചിന്തിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. So 68th question നോക്കാം. Which among the following are critically endangered species as per IUCN Red List of Species? നമ്മൾ കുറച്ച് മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മുടെ ആക്ഷൻ ആവശ്യമാണ് അല്ലെ. വളരെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ എന്ത് പറ്റും? ആ ഒരു സ്പീഷീസിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവും. അത് എന്നേക്കുമായിട്ട് എന്തായി പോകും? വംശനാശം സംഭവിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ളവയിൽ ഏതാണ് റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്പീഷീസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്പീഷീസ് ഏതാണ്? നമുക്കറിയാം. ഈ പറഞ്ഞിട്ടുള്ളതില് ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ബി അല്ല, രണ്ടാമത്തെയാണ് ബാർബറി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആണ്. അതായത് എന്താണ്? എൻഡമിക് ട്രീ. നമ്മുടെ വെസ്റ്റേൺ ഘട്ട്, കേരളയിലെ വെസ്റ്റേൺ ഘട്ടിൽ മാത്രം കാണപ്പെടുന്ന എൻഡമിക് ട്രീ ആണ്, വേറെ എങ്ങുമില്ല. അപ്പൊ അവിടെ അത് വംശനാശം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ല. ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് കണ്ടീഷൻസിലാണ് ഇത് കാണപ്പെടുന്നത്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബാർബറി, ഓപ്ഷൻ 2 ആണ്. 69 നോക്കാം. ഇത് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. കൺവെൻഷൻ നിങ്ങൾ നോക്കി വെച്ചോ. അത് നമ്മുടെ പേപ്പർ 1-ലാണെങ്കിലും 2-ലാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ഈ ഒരു കൺവെൻഷൻ. പേപ്പർ 1-ലും ഇത് ചോദിക്കാറുണ്ട്, 2-ലും ഇത് ചോദിക്കാറുണ്ട്. സോ വിച്ച് കൺവെൻഷൻ ഓർ പ്രോട്ടോകോൾ ടാർഗറ്റ് ഹൈഡ്രോഫ്ലൂറോ കാർബൺ ആൻഡ് എയിംഡ് അറ്റ് ക്ലൈമാറ്റിക് പ്രൊട്ടക്ഷൻ അല്ലെ. ഹൈഡ്രോഫ്ലൂറോ കാർബണിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള എന്ത് പ്രോട്ടോകോൾ അഥവാ കൺവെൻഷൻ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് കൺവെൻഷൻ അഥവാ പ്രോട്ടോകോൾ അല്ലെ. ഇതിൽ ഈ പറയുന്നതിൽ ഏത് കൺവെൻഷൻ അല്ലെങ്കിൽ ഏത് പ്രോട്ടോകോൾ ആണ് ഹൈഡ്രോഫ്ലൂറോ കാർബണിനെ എന്ത് ചെയ്യുന്നത്? എയിം ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് നോക്കാം. വിയന്ന കൺവെൻഷൻ, മോൺട്രിയൽ പ്രോട്ടോകോൾ, കൈഗാലി അമെൻഡ്മെന്റ്സ് ആൻഡ് നൺ ഓഫ് ദിസ്. ഇതൊന്നുമല്ല. നമുക്ക് നോക്കാം. എന്താ വിയന്ന കൺവെൻഷൻ? കേട്ടിട്ടുണ്ടായിരിക്കും. വിയന്ന കൺവെൻഷന്റെ വർഷം നോക്കുക. 1985-ലാണ് വിയറ്റ്നാം കൺവെൻഷൻ വരുന്നത്. ഇതെന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് നീഡ് ഫോർ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ടു പ്രൊട്ടക്ട് ദി ഓസോൺ ലെയർ. ഓസോൺ ലെയർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് വിയറ്റ്നാം കൺവെൻഷൻ. ഡിഡ് നോട്ട് ഇൻക്ലൂഡ് ലീഗലി ബൈൻഡിങ് റിഡക്ഷൻ ടാർഗറ്റുകൾ. ഓക്കെ, സോ ഇത് ഓസോൺ ലെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വിയറ്റ്നാം കൺവെൻഷൻ.
മോൺട്രിയൽ പ്രോട്ടോകോൾ ആണെങ്കിലോ എഗെയിൻ അല്ലെ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് അല്ലെ നമ്മുടെ എന്താണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകളെ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ മോൺട്രിയൽ പ്രോട്ടോകോള് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രോട്ടോകോൾ നമുക്കറിയാം. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് കൂടുതൽ പേര് നമ്മൾക്ക് ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉള്ളതുപോലെ തന്നെ ഹൈഡ്രോ ഫ്ലൂറോ കാർബണും വെച്ചിട്ട് മോൺട്രിയൽ പ്രോട്ടോകോൾ എഴുതിയ ആൾക്കാർ കാണും. പക്ഷേ മോൺട്രിയൽ പ്രോട്ടോകോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് അതിനൊരു അപ്ഡേഷൻ ഉണ്ട് അല്ലെങ്കിൽ അതിനൊരു അഡീഷൻ ഉണ്ട്. ആ അഡീഷൻ ആണ് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് ഉണ്ട്. ആ അപ്ഡേറ്റ് ആണ് ഇതെന്ന് പറയുന്നത് കൈഗാലി അമെൻമെന്റ് എന്ന് പറയുന്നത്. മോൺട്രിയൽ പ്രോട്ടോകോളിനുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഈ ഒരു കൈഗാലി അമെൻമെന്റ് എന്ന് പറയുന്നത്. അപ്പം മോൺട്രിയൽ പ്രോട്ടോകോളില് CFC ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന CFCയുടെ ഇത് കുറയ്ക്കുക എന്നതായിരുന്നു ലക്ഷ്യം എങ്കിൽ കൈഗാലി അമെൻമെന്റിൽ എന്തായിരുന്നു മെയിൻ ആയിട്ടുള്ളത് ഡ്യുവൽ, അതായത് അതിൽ അടുത്തൊരു സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസുകളെ ഫേസ് ഡൗൺ ചെയ്യാനായിട്ടായിരുന്നു അവിടെ എന്ത് ചെയ്തിട്ടുള്ളത് ലക്ഷ്യം വെച്ചിട്ടുള്ളത് അല്ലെ. സോ ബൈ ലിമിറ്റിംഗ് എന്താണ് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ ദ അമെൻമെന്റ് എയിം ടു പ്രിവെന്റ് അപ്പ് ദ 0.5 degree of global warming by the end of the century while containing protect the ozone layer. അപ്പൊ ഇതെന്താണ് ഇത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എങ്കിലും എന്താണ് ഇത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുന്നുണ്ട്. അപ്പം മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ ഒരു അഡീഷൻ ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ കൈഗാലി അമെൻമെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു അമെൻമെന്റ് ആണ് എന്തിന് കാരണമാവുന്നത് ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകളുടെ എമിഷൻ റെഡ്യൂസ് ചെയ്യുവാനായിട്ട് കാരണമാകുന്നത്. നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ നോക്കാം. Identify the correctly matched pairs of organelle and its unique marker enzymes. അല്ലെ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് കുറച്ചധികം ഓർഗനൽസ് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ യുണീക് മാർക്കർ എൻസൈംസും തന്നിട്ടുണ്ട്. അപ്പം ഏതൊക്കെ ഓർഗൻസിലാണ് കറക്റ്റ് ആയിട്ടുള്ള എൻസൈംസ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സോ മാർക്കർ എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ് മാർക്കർ എൻസൈംസ് ആർ ദോസ് എൻസൈംസ് that is specific to particular organ. അത് ആ ഒരു പെർട്ടിക്കുലർ ഓർഗനിൽ മാത്രമേ കാണൂ. സോ അതിന്റെ പ്രസൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഇപ്പൊ ഈ ഒരു സ്പെസിഫിക് എൻസൈം അതിന്റെ പ്രസൻസ് കണ്ടു കഴിഞ്ഞാൽ ആ സ്പെസിഫിക് എൻസൈം എവിടെ മാത്രമേ കാണൂ ആ ഒരു പെർട്ടിക്കുലർ ഓർഗനിൽ മാത്രമേ കാണൂ വേറെ എവിടെയും അത് കാണുകയില്ല. സോ നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ലൈസോസോമിനുള്ളിലുള്ള സ്പെസിഫിക് എൻസൈം സാക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്നാണ് പറഞ്ഞത്. ലൈസോസോമിലുള്ളത് സാക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സാക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എവിടെയാ കാണുന്നത് മൈറ്റോകോൺട്രിയയിലാണ് അല്ലെ. സാക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് കാണപ്പെടുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. സോ നമ്മുടെ ലൈസോസൈമിൽ കാണപ്പെടുന്ന ഏതാണെന്ന് അറിയാവോ ആസിഡ് ഫോസ്ഫേറ്റ് ആണ്. ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ലൈസോസൈമിൽ മാത്രം എക്സ്ക്ലൂസീവായിട്ട് കാണപ്പെടുന്ന എന്ത് എൻസൈം ആണ് ഏതെന്ന് പറയുന്നത് ആസിഡ് ഫോസ്ഫേറ്റ്. അതിൽ കൊടുത്തിരിക്കുന്ന സാക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എവിടെയാണ് കാണപ്പെടുന്നത് മൈറ്റോകോൺട്രിയയിൽ. എക്സ്ക്ലൂസീവ്ലി ദാറ്റ് ഫൗണ്ട് ഇൻ മൈറ്റോകോൺട്രിയ ആണ്. ദെൻ ഗോൾഗി അപ്പാരറ്റസിലെ UDP ഗാലക്ടോയിൽ ട്രാൻസ്ഫറേസ് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടാണ്. ഗ്ലൈക്കോസൈലേഷന് സഹായിക്കുന്ന എൻസൈംസ് ആണ് അവയെന്ന് പറയുന്നത്. ഇനി പെറോക്സിസോംസിൽ എന്താണ് കാറ്റലൈസും കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ്സിനെ അല്ലെ H2O2നെ ബ്രേക്ക് ചെയ്തിട്ട് വാട്ടറും ഓക്സിജനും ആക്കുവാനായിട്ട് സഹായിക്കുന്നു. സോ ഇതിൽ തെറ്റിപ്പോയത് 1ഉം 2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അല്ലെ. സോ 3ഉം 4ഉം എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. സോ ഓപ്ഷൻ ഡി 3 and 4 ആണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ക്ലിയർ ആയോ? ലൈസോസോംസിലെ എക്സ്ക്ലൂസീവ് ആയിട്ട് കാണപ്പെടുന്നതാണ് ഏത് ആസിഡ്. നമുക്കറിയാലേ ലൈസോസോംസ് എന്ന് പറഞ്ഞാൽ എന്താണ് അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. സോ അവിടെ ആസിഡ് ഫോസ്ഫേറ്റേസ് ആണ് കാണുന്നത്. മൈറ്റോകോൺട്രിയ എപ്പോഴും സക്സസ് ആയിരിക്കും. മൈറ്റോകോൺട്രിയ നമ്മുടെ എനർജി ഹൗസ്. എനർജി ഉള്ളവർ എപ്പോഴും എന്തായിരിക്കും സക്സസ് ആയിരിക്കും. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. സോ മൈറ്റോകോൺട്രിയയിലെ സാക്സനൈൽ ഡീഹൈഡ്രോജനേസ് ആയിരിക്കും. ഗോൾഗിയിലെ UDP ആയിരിക്കും. പെറോക്സിസോംസിലെ കാറ്റലൈസ് ആയിരിക്കും. മനസ്സിലായല്ലോ മാർക്കർ എൻസൈംസുമായി ബന്ധപ്പെട്ടിട്ട്. നെക്സ്റ്റ് അഗെയിൻ ഒരു അസേർഷൻ റീസൺ ആണ് കൊടുത്തിട്ടുള്ളത്.
So retrovirus use reverse transcriptase during their replication cycle. Correct അല്ലേ? retrovirus എന്ത് ചെയ്യുന്നുണ്ട്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സാധാരണ DNA-യിൽ നിന്നും RNA സിന്തസൈസ് ചെയ്യപ്പെടുമ്പോൾ ഇവര് RNA-യിൽ നിന്നാണ് എന്ത് സിന്തസൈസ് ചെയ്യുന്നത്? DNA-നെ സിന്തസൈസ് ചെയ്യുന്നത്. ഇനി അതിന്റെ റീസൺ നോക്കാം. The viral RNA is directly used as mRNA to synthesize protein. അതുകൊണ്ടാണോ വൈറൽ RNA ആണോ ഡയറക്ട്ലി യൂസ്ഡ് ആസ് mRNA ആയിട്ട് ചെയ്യുന്നത്? അല്ല. സോ അസേർഷൻ മാത്രമാണ് ട്രൂ, റീസൺ ഫോൾസ് ആണ്. എങ്ങനെ ഒരു മാച്ച് ദ ഫോളോയിങ് നമുക്ക് നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. മൈക്കോറൈസ, അനബീന, ലൈക്കൺ സിംബയോട്ടിക് അസോസിയേഷൻ, സയനോബാക്ടീരിയ. Cyanobacteria എന്ത്? Cyanobacteria symbiosis with the plant root, rhizobium, nitrogen fixation in root modules. അപ്പൊ ഇത് ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് എപ്പോഴും മാച്ച് ദ ഫോളോയിങ് ഷുവർ ആയിട്ട് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന. ഇതിൽ കണ്ണും കൂട്ടി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? എന്താണ്? എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് അറിയാം. ലൈക്കൺ എന്ന് പറയുന്നത് സിംബയോട്ടിക് അസോസിയേഷൻ ആണ് അല്ലെ? ലൈക്കൺ ഈ സിംബയോട്ടിക് അസോസിയേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. B2 നിങ്ങൾ ഈ ഓപ്ഷനിലേക്ക് നോക്കിയേ, എവിടെങ്കിലും B2 ഉണ്ടോ? ഒരിടത്ത് മാത്രമേ ഉള്ളൂ. 1 മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടിയില്ല. ഇത് ഇത്രയും നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. സോ എവിടെ കിട്ടും? ഒറ്റ മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. എപ്പോഴും നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് അറിയാവുന്ന ഒരെണ്ണം ഉണ്ടോ? 2 എണ്ണം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു ജാക്ക് പോട്ട് തന്നെ. ഒരെണ്ണം അറിയാമെങ്കിൽ ലക്കി ബൈ ലക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഓപ്ഷൻ. സോ ഇത് കുഞ്ഞുങ്ങൾക്കും അറിയാം. ലൈക്കൺ എന്ന് പറയുന്നത് സിംബയോട്ടിക് അസോസിയേഷൻ വിത്ത് ആൽഗെ ആൻഡ് ഫംജി. ദെൻ നമുക്ക് മൈക്കോറൈസെ അറിയാം അല്ലെ? മൈക്കോറൈസ എന്താണ്? ഫംഗസും നമ്മുടെ എന്താണ് ജിംനോസ്പോംസിന്റെ പ്ലാന്റ് റൂട്ടുമായിട്ടുള്ള അസോസിയേഷൻ ആണ് അല്ലെ? അപ്പം A3 2 എണ്ണം അറിയാവുന്നവരെ സംബന്ധിച്ച് അവിടെ ജയിച്ചു. പിന്നെന്താ ഉള്ളത്? സയനോബാക്ടീരിയ. സയനോബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? എക്സാമ്പിൾ ആണ് നമ്മുടെ അനബീന അല്ലെ? പിന്നെ റൈസോബിയം എന്ന് പറയുന്നത് നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നതാണ്. ക്ലിയർ ആയില്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എഴുതിയ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കിട്ടിയിട്ടുള്ളൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്. Then 74th question നോക്കാം. Identify the statement which correctly describe Rhynia. അപ്പൊ നിങ്ങൾ ഇനി നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഫോസിൽ ടെറിഡോഫൈറ്റ്സ്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഫോസിൽ ടെറിഡോഫൈറ്റ്സ് നല്ല വൃത്തിക്ക് പഠിക്കുക. അതിൽ എക്സ്പെഷ്യലി റൈനിയ നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെ കാലഘട്ടം ഉണ്ടല്ലോ, എന്താ പറയേണ്ടത്, നമ്മുടെ കാർബോണിഫെറസ്, അതുപോലെ തന്നെയുള്ള ഓരോ കാലഘട്ടത്തിലുള്ള പ്ലാന്റുകൾ. ഇത് രണ്ടും അടുത്ത എക്സാംസുകൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടൊന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. അത് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് കാണും. സോ ഐഡന്റിഫൈ ദി സ്റ്റേറ്റ്മെന്റ് വിച്ച് കറക്റ്റ്ലി ഡിസ്ക്രൈബ് റൈനിയ. റൈനിയയുടെ ക്യാരക്ടേഴ്സ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഹാസ് ട്രൂ റൂട്ട് ആൻഡ് ലീഫ്. അതിന് കറക്റ്റ് ആയിട്ട് ട്രൂ റൂട്ടും ലീഫും ഉണ്ട്. റൈനിയ എന്താ? ഒരു ടെറിഡോഫൈറ്റ് ആണ് അല്ലേ? ടെറിഡോഫൈറ്റിൽ തന്നെ എന്താണ്? ഫോസിൽ ടെറിഡോഫൈറ്റ് ആണെന്നുള്ളത് മൈൻഡിൽ വെച്ചിട്ട് വേണം ആൻസറിലേക്ക് പോകാൻ. If the stele is haplostele type, it reproduced by spores born terminally. It represents the earliest vascular land plants. ഏറ്റവും ഇയർലിയസ്റ്റ് ആയിട്ടുള്ള വാസ്കുലാർ പ്ലാന്റ്സിനെ റെപ്രസെന്റ് ചെയ്തു. കറക്റ്റ് അല്ലേ? ടെറിഡോഫൈറ്റ്സ് അല്ലേ? സോ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ അതായത് നോക്കി, ഇത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്സ് അല്ലേ? പ്രിമിറ്റീവ് ടെറിഡോഫൈറ്റ്സ് ആണ് അല്ലേ? അതിന്റെ സ്റ്റീല് ഹാപ്ലോസ്റ്റീൽ ആണ്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് സ്പോർസ് വഴിയാണ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ആണ്. ഇയർലിയസ്റ്റ് ടെറിഡോഫൈറ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഇയർലിയസ്റ്റ് ആയിട്ടുള്ള വാസ്കുലാർ പ്ലാന്റുകളുമാണ്. അതിലൊന്നും ഒരു സംശയവും ഇല്ല, എല്ലാം കറക്റ്റ് ആണ്. പക്ഷെ ഇങ്ങോട്ട് നോക്കിയേ, ഏറ്റവും ഇയർലിയസ്റ്റും പ്രിമിറ്റീവ് പ്ലാന്റും ആവുമ്പോൾ അതിന് ട്രൂ റൂട്ടും ലീഫും ഒക്കെ കാണാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല അല്ലേ? അപ്പൊ അതിന് പകരം എന്തായിരുന്നു നമ്മൾ റൈനിയെ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ് പ്രിമിറ്റീവ് പ്ലാന്റ് ആണ്. ഇറ്റ് ഡു നോട്ട് ഹാവ് ട്രൂ റൂട്ട്സ്. അതിന് എന്തില്ല? ട്രൂ റൂട്ട്സോ അല്ലെങ്കിൽ ലീവ്സോ ഒന്നുമില്ല. അതിന് പകരം എന്താണ്? ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഉണ്ട്, റൈസോമ്. പിന്നെ ഹെയർ ലൈക്ക് റൂട്ട് പോലെയുള്ള റൈസോയിഡ്സ് ഉണ്ട് അബ്സോർപ്ഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ അപ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റെം എന്ന് പറയുന്നത് എന്താണ്? ലീഫ്ലെസ് ആയിരിക്കും. അപ്പൊ അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഒരു റൈസോം കാണാൻ പറ്റും.
പിന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? റൈസോയിഡ്സ് കാണാം. റൂട്ടില്ല, പകരം റൈസോയിഡ്സ് ആണുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? അബ്സോർപ്ഷൻ ഫങ്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് റൈസോയിഡ്സ് ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? റൈസോയിഡ്സ് ആണുള്ളത്. അത് ലീഫ്ലെസ് ആണ് എന്ന് നമുക്ക് പറയാം. സ്റ്റെമ്മിൽ എന്തില്ല? ലീഫുകൾ ഒന്നും തന്നെ കാണുകയുമില്ല. So 2, 3, 4 are the right answer. 1 is the wrong one. അപ്പൊ നമുക്ക് കറക്റ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇത് വളരെ സിമ്പിൾ ആ. റൈനി എന്ന് പറയുമ്പോൾ തന്നെ പ്രിമിറ്റീവ് വാസ്കുലാർ പ്ലാന്റ്സ് ആണ്, ഹാപ്ലോസ്റ്റീൽസ് ആണ് ഉള്ളതെന്ന് നമുക്കറിയാം. പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫോസിൽ ടെറിഡോഫൈറ്റ്സ് ആണ്. അതിലാകെ ഉള്ളത് ഒരു അണ്ടർഗ്രൗണ്ട് റൈസോമും പിന്നെ എന്താണ്? ലീഫ്ലെസ് ആയിട്ടുള്ള ഒരു സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സും പിന്നെ ഒരു റൈസോയിഡ്സുമാണ് ഉള്ളത്. അത് മറക്കരുത്. ഇനി 75ാമത്തെ ക്വസ്റ്റ്യൻ. Which among the following is or are exotoxin? Exotoxin ഏത്? ലിപ്പിഡേ അല്ലെ, ബോട്ടുലിനം ടോക്സിൻ, ലിസ്റ്റെറിനോലിസിൻ, എൻറ്റെറോടോക്സിൻ. ഇതിൽ ഏതാണ് എന്തെന്ന് പറയുന്നത്? എക്സോടോക്സിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ആണ് എന്തെന്ന് പറയുന്നത്? ലിപ്പിഡേ. ഇറ്റ്സ് ആൻ എൻഡോടോക്സിൻ ആണ് അല്ലേ. ലിപ്പിഡേ ഈസ് എ ടോക്സിക് കമ്പോണന്റ് ഓഫ് lipopolysaccharide found in outer membrane of gram negative bacteria. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ എന്താണ്? ഔട്ടർ മെംബ്രെയിൻ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ ഔട്ടർ മെംബ്രെയിൻ നിങ്ങൾ എടുക്കാന്ന് വെച്ചു. ആ ഔട്ടർ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ടോക്സിക് കമ്പോണന്റ് ആണ് ലിപ്പിഡ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യത്തുള്ളൂ? ബാക്ടീരിയ ഡെഡ് ആയി പോയി കഴിയുമ്പോൾ മാത്രമേ പുറത്തേക്ക് എന്ത് ചെയ്യത്തുള്ളൂ? റിലീസ് ചെയ്യത്തുള്ളൂ. ഇറ്റ് ഈസ് ഓൺലി റിലീസ്ഡ് വെൻ ദ ബാക്ടീരിയ ഡൈ ഓർ ദ സെൽ വാൾ ബ്രേക്ക്. സെൽ വാൾ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ പുറത്തേക്ക് റിലീസ് ചെയ്യൂ. അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എൻഡോടോക്സിൻ ആണ്. സോ ലിപ്പിഡെ എവിടെ കാണപ്പെടുന്നത്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ ഔട്ടർ മെംബ്രെയിനിൽ അല്ലെ, ലിപ്പോസാക്രൈഡ്സിലെ കമ്പോണന്റ് ആയിട്ടാണ് കാണുന്നത്. ഇനി ബോട്ടുലിനം ടോക്സിൻ ഈസ് എക്സോടോക്സിൻ. ദിസ് ഇസ് എ ന്യൂറോടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ആൻഡ് സെക്രീറ്റഡ് ബൈ ക്ലോസ്ട്രീഡിയം ബ്ലോട്ടിലിയം. ക്ലോസ്ട്രീഡിയം ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സോടോക്സിൻ ആണ് ഇതെന്ന് പറയുന്നത് ബോട്ടുലിനം അല്ലെ, ഫുഡ് വിഷബാധയൊക്കെ ബാധിക്കുന്ന. It is one of the most poisonous biological substances known and it is actively released to the living bacteria അല്ലെ. ലിവിങ് ബാക്ടീരിയ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ലിസ്റ്റെറിയോലൈസിൻ എന്ന് പറയുന്നതും എക്സോടോക്സിൻ ആണ്. അത് അഗെയിൻ എന്താണ്? മോണോകോട്ട് ജീൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻറ്റെറോടോക്സിൻ എന്ന് പറയുന്നതും എക്സോടോക്സിൻ ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളതിൽ എക്സോടോക്സിൻസ് ആയിരുന്നു കണ്ടെത്തേണ്ടത്. ലിപ്പിഡെ ഒഴികെ ബാക്കി എല്ലാം എന്താണ്? എക്സോടോക്സിൻസ് ആണ്. സോ ഇത് മൂന്നും എന്താണ്? എക്സോടോക്സിൻസ്. അപ്പൊ ഇത് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് പഠിച്ചോളുക. 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് സ്ഥിരമായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. Justica floribunda was described in 1815 based on a single specimen collected by White. The holotype was destroyed അല്ലെ. ഹോളോടൈപ്പ് എന്താണെന്ന് അറിയാലോ. ഒറിജിനൽ ആ ഒരു സ്പെസിമെൻ ആണ് ഹോളോടൈപ്പ് എന്ന് പറയുന്നത്. അത് നശിച്ചുപോയി. സോ ലേറ്റർ എ ഡ്യൂപ്ലിക്കേറ്റ് സ്പെസിമെൻ കളക്ടഡ് ഫോർ ദ സെയിം ഗ്യാതറിംഗ്. അപ്പൊ അതിന്റെ ഇതിൽ എന്ത് ചെയ്തു? ഒറിജിനൽ നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കളക്ട് ചെയ്തു. Herbarium designed and the nomenclature type. Subsequently, an authentic specimen of Justica floribunda in Hooker's private collection with White's original label and publication date. Based on the ICN, which of the following statement is correct? Korey statement പറഞ്ഞിട്ടുണ്ട്. The Q specimen automatically became the neotype since the holotype was destroyed. Holotype destroyed ആയതപ്പോൾ neotype എന്തായിട്ട് മാറി? അല്ല, Q specimen neotype ആയിട്ട് മാറി എന്ന് പറഞ്ഞു. ഹുക്കറിന്റെ സ്പെസിമെൻ became the holotype because it bears the original author's handwriting അല്ലെ. ഹുക്കറിന്റെ കയ്യിലുള്ള സ്പെസിമെൻ എന്തായി? ഒറിജിനൽ ഹോളോടൈപ്പ് ആയിട്ട് മാറി. കാരണം അതിൽ ഒറിജിനൽ ഓതറിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഉള്ളതുകൊണ്ട്. Q specimen is lactotype and the Hooker specimen is isolactotype. The Hooker specimen is eligible to replace the Q specimen as the epitype. നമുക്ക് നോക്കാം. ഐസോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐസോടൈപ്പ് ഇസ് ദ ഡ്യൂപ്ലിക്കേറ്റ്. ശരിക്കും പറഞ്ഞാൽ ഐസോടൈപ്പ് ആണ് എന്തെന്ന് പറയുന്നത്? ഡ്യൂപ്ലിക്കേറ്റ്. ഹോളോടൈപ്പിന്റെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉള്ള ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ്? ഐസോടൈപ്പ് ആണ്. So isotype is a duplicate specimen collected from the same gathering, same collector അല്ലെ locality. അതായത് സെയിം സ്ഥലത്ത് നിന്ന് സെയിം ഡേറ്റില്
സെയിം ലൊക്കാലിറ്റിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ആ ഒരു ഹോളോടൈപ്പിന്റെ ഒറിജിനലിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഡ്യൂപ്ലിക്കേറ്റിനെയാണ് ഐസോടൈപ്പ് എന്ന് വിളിക്കുന്നത്. ലെക്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ ഹോളോടൈപ്പ് ഡിസ്ട്രോയ് ആയിപ്പോയി അല്ലെങ്കിൽ മിസ്സായിപ്പോയി എന്ന് പറയുമ്പോൾ ഈ ഹോളോടൈപ്പിനോടൊപ്പം തന്നെ ഹോളോടൈപ്പ് ആണെന്ന് പറയാതെ വേറെ കുറച്ച് സ്പെസിമെൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണമാണ് മെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലെക്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഇഫ് എ ഡ്യൂപ്ലിക്കേറ്റ് ഐസോടൈപ്പ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ടിപ്പിക്കലി ചൂസൺ ആസ് ദ ലെക്ടോടൈപ്പ്. സോ ഐസോടൈപ്പ് അവിടെ ഉണ്ട് എങ്കിൽ എന്തിൽ നിന്നായിരിക്കും ചൂസ് ചെയ്യുന്നത്, ലെക്ടോടൈപ്പിൽ നിന്നായിരിക്കും ചൂസ് ചെയ്യുന്നത്. The lectotype if the original author did not design a single holotype later, അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു ലെക്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ സിംഗിൾ ഇതാണ് ഹോളോടൈപ്പ് എന്ന് ആ ഓതർ പറഞ്ഞിട്ടില്ല. അവിടെ ABCD ഉണ്ട്, അതിൽ ഇന്നതാണ് ഹോളോടൈപ്പ് എന്ന് പറയാത്തതാണ് എന്ന് പറയുന്നത് ലെക്ടോടൈപ്പ്. ലേറ്റർ റിസർച്ചർ വിൽ സ്റ്റെപ്പ് ഇൻ ആൻഡ് ചൂസ് വൺ സ്പെസിമെൻ, അല്ലെ? അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ റിസർച്ചർ പറയുക ഇതിൽ A അല്ലെങ്കിൽ B ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ ലെക്ടോടൈപ്പ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ അതാണ് ലെക്ടോടൈപ്പ്. അതിൽ നിന്ന് ഓതർ പറയും ഇന്നതാണ് ഹോളോടൈപ്പ് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യുന്നതാണ് ഏത്, സിൻടൈപ്പ് എന്ന് പറയുന്നത്. സോ ചൂസൺ സ്പെസിമെൻ. അപ്പൊ നമ്മളൊക്കെ നോക്കാം. സോ ദ ഡ്യൂപ്ലിക്കേറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? But the duplicate and isolectotype is a duplicate of the lectotype. It must be part of the same collection, gathered by the same person at the same place and the same time as the lectotype. While the lectotype stays in one herbarium or museum, isolectotype are often distributed to other institutions around the world, അല്ലേ? അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ആദ്യം ആ ഒരു ഓതർ കളക്ട് ചെയ്യുന്നതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഹോളോടൈപ്പ് എന്ന് പറയുന്നത്. ഹോളോടൈപ്പ് മിസ്സായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിൻ്റെ സെയിം കളക്ട് ചെയ്ത് സെയിം സ്ഥലത്ത് നിന്ന് സെയിം ടൈമിൽ എന്ത് ചെയ്യും, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഐസോടൈപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഹോളോടൈപ്പ് കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഹോളോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണേ കാണും. സോ ലെക്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് ABCD എന്ന് പറഞ്ഞിട്ട് സയന്റിസ്റ്റ് കളക്ട് ചെയ്യും. പക്ഷെ സയന്റിസ്റ്റ് ഒരിക്കലും മെൻഷൻ ചെയ്യില്ല ഇതിനകത്ത് ഇന്നതാണ് ഇത്രയും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഹോളോടൈപ്പ് എന്ന്. അത് ലേറ്റർ എന്ത് ചെയ്യും, സയന്റിസ്റ്റ് സ്റ്റഡി ചെയ്തിട്ട് പറയും ഈ ലെക്ടോടൈപ്പിൽ നിന്നും ഇന്നതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ അതിനെയാണ് നമുക്ക് സിൻടൈപ്പ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ക്യൂസ് സ്പെസിമെൻ എന്ന് പറയുന്നത് ലെക്ടോടൈപ്പ് ആണ്, ആൻഡ് ഹുക്കർ സ്പെസിമെൻ എന്ന് പറയുന്നത് ഹൈസോ ലെക്ടോടൈപ്പും ആണ്. അപ്പോൾ ക്യൂ സ്പെസിമെൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലെക്ടോടൈപ്പ് ആണ്. ലെക്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കളക്ട് ചെയ്യുന്നതിനോടൊപ്പം ABCD ഇങ്ങനെ 4 സ്പെസിമെൻസ് കളക്ട് ചെയ്തിരുന്നു. കളക്ട് ചെയ്തിട്ട് എന്ത് പറഞ്ഞില്ല, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് എന്തെന്ന് പറഞ്ഞില്ല, ഹോളോടൈപ്പ് എന്ന് പറയാത്ത സ്പെസിമെൻ ആണ് ലെക്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഈ ലെക്ടോടൈപ്പിന്റെ കോപ്പി അല്ലെങ്കിൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഐസോലെക്ടോടൈപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്ലിയർ ആയല്ലോ? ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് C ആണ്. ഇത് എല്ലാ എക്സാമിനും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു എന്ന് പറയുന്നത് ലെക്ടോടൈപ്പ് ഏതാണ്, ഹോളോടൈപ്പ് ഏതാന്ന് ചില സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.